ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്നൊരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അത് നമുക്കെല്ലാവർക്കും സുപരിചിതവും കാണാതെ അറിയാവുന്ന വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം വായിച്ചു കേട്ടത്. ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹത്തെ പ്രതിയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പരിഗണന വെച്ചല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയും, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനും ദൈവമക്കളായി തീരുവാനുമുള്ള അധികാരവും അവകാശവും പിതാവായ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കത് ഉപയോഗിക്കാം, പ്രയോജനപ്പെടുത്താം. ദൈവം അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവസരവും എല്ലാം മനുഷ്യന് നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ നാശമെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അത് ഭൗതികമായ എന്തെങ്കിലും നാശമല്ല, നമ്മുടെ ശരീരത്തിൽ വരുന്ന എന്തെങ്കിലും നാശമല്ല, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു നാശത്തെക്കുറിച്ചല്ല. പിന്നെയോ, മനുഷ്യൻ യേശുക്രിസ്തുവിലൂടെയുള്ള ആ നിത്യജീവൻ അവകാശമാക്കിയില്ല എങ്കിൽ അവന് നാശം വരുന്നത് അവൻ്റെ ആത്മാവിനാണ്. അത് ഈ ഭൂമിയിൽ വെച്ചും കടന്നു ചെല്ലുമ്പോഴും അതിൻ്റെ പരിണിത ഫലങ്ങൾ നാം അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് നാശം? ആത്മാവിൻ്റെ നാശമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷയും നിത്യജീവനും നാം സ്വന്തമാക്കിയില്ല എങ്കിൽ നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണ്, നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്ന തൻ്റെ പുത്രനെ കാൽവറിയിൽ യാഗമായി കൊടുത്ത് നമുക്ക് തന്നിരിക്കുന്ന ആ നിത്യജീവൻ നാം സ്വന്തമാക്കിയിട്ടുണ്ടോ? നാം അതിൻ്റെ അവകാശികളായിട്ടാണോ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പ്രധാനമായും നീക്കോദീമോസ് എന്ന പേരുള്ള പരീശന്മാരുടെ കൂട്ടത്തിലൊരു പ്രമാണിയായിരുന്ന വ്യക്തി രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്നതാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നീക്കോദീമോസിനോട് കർത്താവ് പറയുന്ന കൂട്ടത്തിലാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. നീക്കോദീമോസിനോട് പറഞ്ഞതാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും ഉദ്ദേശിച്ചാണ് കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. നീക്കോദീമോസിനോട് കർത്താവ് പറയുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, നീക്കോദീമോസേ, നിനക്കിപ്പോൾ ജീവനുണ്ട്, നിനക്ക് മാനുഷികമായ ജീവനുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, അത് ജഡത്താലുള്ള ജീവനാണ്, ജഡത്തിൽ നിന്നുളവായ ജീവനാണ്. നീ ജഡത്താൽ ജനിച്ച ഒരു മനുഷ്യനാണ്. അത് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ഈ ഭൗതികമായ ജീവനെയാണ് കർത്താവ് പറയുന്നത് ജഡമെന്ന്, ഈ ശരീരത്തെയാണ്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, നിനക്ക് ജഡത്താലുള്ള ജനനം കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഒന്നുകൂടി തെറിച്ചു പറഞ്ഞാൽ കർത്താവിനോട് പറയുന്നതാണ്, നീ ജഡത്താൽ ജനിച്ചൊരു മനുഷ്യനാണ്, നീ ഇനി ആത്മാവിനാൽ ജനിക്കണമെന്ന്. നിനക്ക് ഇനിയും ഒരു ജനനം ആവശ്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, അനേകം മനുഷ്യർക്കും പിടികിട്ടാത്ത, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇനി ഒന്നുകൂടി ജനിക്കണം, പുതുതായി ജനിക്കണമെന്നെല്ലാം പറയുമ്പോൾ അത് അനേകർക്കും മനസ്സിലാകുകയില്ല. നീക്കോദീമോസിന് ന്യായപ്രമാണം അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നു.
യഹൂദ റബിമാരുടെ കൂടെയുള്ളവനായിരുന്നു, ഒരു ഉപദേഷ്ടാവായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞ ആ മർമ്മം നിക്കോദീമോസിന് മനസ്സിലായില്ല. പുതുതായി ജനിക്കണമെന്ന്, ജഡത്താൽ ജനിച്ച മനുഷ്യൻ ആത്മാവിനാൽ ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ അത് നിക്കോദീമോസിന് മനസ്സിലായില്ല. അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. നിക്കോദീമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ മുമ്പിൽ അവൻ തുറന്ന് ചോദിക്കുകയാണ്, എനിക്കിത് മനസ്സിലാകുന്നില്ല ഗുരു, ഇതെങ്ങനെ സംഭവിക്കും? ഈ ജഡത്താൽ ജനിച്ച മനുഷ്യൻ ഇനി ആത്മാവിനാൽ ജനിക്കുന്നത് എങ്ങനെയാണ്? അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിക്കോദീമോസ് കർത്താവിനോട് തുറന്നു പറഞ്ഞു. വായിക്കാം. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? കർത്താവ് അവന്റെ മുഖത്തേക്ക് നോക്കി അത്ഭുതത്തോടെയാണ് ചോദിക്കുന്നത്. എന്ത്? നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും, നീ ഇത്രമാത്രം ജ്ഞാനം സമ്പാദിച്ചിട്ടും, നീ വേദപുസ്തകത്തിലെ പഴയമേല്ലാം അരച്ച് കലക്കി പഠിച്ചിട്ടും, ന്യായപ്രമാണപ്രകാരം അച്ചട്ടായ ജീവിതം നയിച്ചിട്ടും, നീ അനേകരെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടും നിനക്കിത് അറിഞ്ഞുകൂടെ എന്ന്? നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന്? ദൈവമക്കളെ, കർത്താവ് അത്ഭുതത്തോടെയാണ് ചോദിച്ചത്, നീ ഇത് അറിയുന്നില്ലയോ എന്ന്. ദൈവമക്കളെ, ഈ തലമുറയിൽ ജീവിക്കുന്ന മനുഷ്യനിലേക്ക് നോക്കിയിട്ട് അന്ന് ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണിന്നും. ദൈവമക്കളെ, യേശു ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നീ ഇത് അറിയുന്നില്ലയോ എന്ന്. ആത്മാവിനാലുള്ള ജനനം, പുതുതായി ജനിക്കുക, മാനസാന്തരപ്പെടുക, ഇതൊന്നും നീ അറിയുന്നില്ലയോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർക്ക് വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും അറിയാം, സഭയോടും ആരാധനയോടുമെല്ലാം ചേർന്നാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലരെയും ഉപദേശിക്കാനറിയാം, തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുക്കാനറിയാം, നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിനെ കുറിച്ചും തിരുവചനത്തെക്കുറിച്ചും അനേക കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ നാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരെ, കർത്താവ് അത്ഭുതത്തോടെ നമ്മോട് ചോദിക്കുകയാണ്. ആ ചോദ്യം എന്നോടാണോ അതോ നിങ്ങളോട് ഓരോരുത്തരോടുമാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇതെല്ലാം പഠിച്ചിട്ടും ഇസ്രായേലിലെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിക്കോദീമോസേ, നിനക്കിത് അറിഞ്ഞുകൂടെയോ എന്ന്. ദൈവമക്കളെ, പുതുതായി ജനിക്കണം, മാനസാന്തരപ്പെടണം, വീണ്ടും ജനിക്കണം, നിത്യജീവന്റെ ഓഹരി പ്രാപിക്കണം, മാനസാന്തരം വേണമെന്നെല്ലാം പറയുന്നത് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് പോലും ഇഷ്ടമുള്ളതല്ല. സഭകളിൽ നിന്നെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണതെല്ലാം. മാനസാന്തരമെന്നോ, വീണ്ടും ജനനമെന്നോ, പാപം വിട്ട് ജീവിക്കണമെന്നോ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നോ, ഒരു സമർപ്പണ ജീവിതം നയിക്കണമെന്നുള്ളതെല്ലാം പ്രിയപ്പെട്ടവരെ ഇന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിക്കോദീമോസിനോട് ചോദിച്ചു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന്. കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നാകുന്നു ദൈവത്തിന്റെ ഇഷ്ടം, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? അതിനൊരു നിർവചനം തിരുവചനത്തിൽ കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് നിത്യജീവൻ എന്ന്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നിത്യജീവനെന്ന് വായിക്കാം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എന്താണ് നിത്യജീവൻ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏകസത്യമായ പിതാവായ ദൈവത്തെയും അവൻ ഭൂമിയിൽ മാനവരാശിയുടെ രക്ഷയ്ക്കായി അയച്ചിരിക്കുന്ന ആ യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയെയും അറിയുന്നതാണ് നിത്യജീവനെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും എല്ലാം പഠിക്കുന്നതല്ല, ബുദ്ധിയുടെ പ്രമാണമല്ല, പിന്നെയോ ഒരു വ്യക്തിയെ വ്യക്തിപരമായി അറിയുന്നതാണ് നിത്യജീവനെന്ന്. ദൈവത്തിന് സ്തോത്രം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, എന്താണ് നിത്യജീവൻ? യേശുക്രിസ്തുവിനെ അറിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനെ അറിയുക എന്ന്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമുക്ക് അനേകരെ പരിചയമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ ഭർത്താവിനെ അറിയുന്നത് പോലെ, ഭർത്താവ് ഭാര്യ അറിയുന്നത് പോലെ,
പ്രിയപ്പെട്ടവരെ, രണ്ടല്ലാത്ത ഏകമായിരിക്കുന്ന ഒരനുഭവമാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ളത് എന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയും. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. നാം കുറെയെല്ലാം പഠിക്കുന്നതോ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതോ ഏതെങ്കിലുമൊക്കെ വേലകൾ ചെയ്യുന്നതോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതോ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതോ തീർത്ഥാടനങ്ങൾക്ക് പോകുന്നതോ ഇന്ന സഭയോട് ചേർന്ന് നിൽക്കുന്നുവെന്നോ ഇതൊന്നുമല്ല ദൈവമക്കളെ. നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ എങ്ങനെ വരും? യേശുക്രിസ്തുവിനെ അറിയണം. വ്യക്തിപരമായി ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും നായകനുമായി യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഒരു വിത്ത് വിതച്ചാൽ ആ വിത്ത് നശിച്ചു പോയിട്ട് അതിൽ നിന്നാണ് പുതിയ ജീവനുളവാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വൃക്ഷം ഉണ്ടാകുന്നത് അതിൻ്റെ വിത്ത് ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന് അതിൽ നിന്ന് മുളപൊട്ടിയാണ് പുതിയ വൃക്ഷമുണ്ടാകുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു സത്യം ചെയ്ത് പറയുകയാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ഒരു ഗോതമ്പ് മണി അത് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് പറയുകയാണ്, ഒരു ഗോതമ്പ് മണി അത് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുകയുള്ളൂ, ഒരു പ്രയോജനവുമില്ല. വായിക്കാം. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അത് നിലത്ത് വീണ് മണ്ണോട് അലിഞ്ഞു ചേർന്നുവെങ്കിലോ അതിൽ നിന്നൊരു മുള പൊട്ടി പ്രിയപ്പെട്ടവരെ അനേക ഗോതമ്പ് മണികൾ ഈ ഭൂമിയിൽ ഉളവാകുമെന്ന് കർത്താവ് പറഞ്ഞു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്ന്. ദൈവമക്കളെ, എന്താണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, ഞാനൊരു ഗോതമ്പ് മണിയായി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നിലത്ത് വീണ് മരിക്കാൻ, അനേകർക്ക് ജീവൻ കൊടുക്കാൻ, എന്നിൽ നിന്ന് അനേകർ പുതുജീവൻ പ്രാപിക്കുവാൻ. ദൈവമക്കളെ, യേശു അതാണ് പറഞ്ഞത്. ഞാനൊരു ഗോതമ്പ് മണിയായി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ വന്നത് നിലത്ത് വീണ് മരിക്കാനാണ്, നിലത്ത് വീണ് ചാകാനാണ്. എന്തിനു വേണ്ടി? അനേക ഗോതമ്പ് മണികൾ ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ കിട്ടുന്നത്? യേശുക്രിസ്തു സ്വയം മരിച്ചത് കൊണ്ടാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തിൽ നിന്നാണ് ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. 2000 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ഗോകുൽത്തായുടെ ഉന്നതങ്ങളിൽ ചവിട്ടി മെതിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാക്കപ്പെട്ടു. ഇതിനു വേണ്ടി അവൻ തന്നെത്താൻ ഒഴിച്ച് നമുക്ക് വേണ്ടി നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താലല്ലാതെ നിത്യജീവനില്ല. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താലല്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താലല്ലാതെ പാപത്തിന്റെ മേൽ ജയമില്ല. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താലേ ഒരു വിശുദ്ധനും ഈ ഭൂമിയിലില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ആത്മീയ ജീവിതത്തില് ഏതെങ്കിലും ഒരു ചൂട് വെക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ കൂടിയേ കഴിയൂ. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ആത്മീയ ജീവിതം മുമ്പോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാനൊരു ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചാകാൻ വന്നതാണെന്ന്. ദൈവമക്കളെ, യേശു നമുക്ക് വേണ്ടി ഒരു ഗോതമ്പ് മണിയായി നിലത്ത് വീണ് ചതഞ്ഞരഞ്ഞതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് നിത്യജീവന്റെ ഓഹരി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവമക്കളെ, ആ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ? തിരുവചനം ഞാൻ പലപ്പോഴും വായിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. മറ്റാരും ആ കൂട്ടത്തിലുണ്ടെന്ന് തിരുവചനത്തിൽ എങ്ങും രേഖപ്പെടുത്തി വച്ചിട്ടില്ല. ദൈവമക്കളെ, ആരെങ്കിലും എല്ലാം കൂടിയല്ല നിത്യജീവൻ തരുന്നത്, ആരെങ്കിലും സഹായത്താലല്ല നിത്യജീവൻ പ്രാപിക്കുന്നു. പിന്നെയോ യേശുക്രിസ്തു മാത്രം നിത്യജീവൻ തരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഏക സത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും
അറിയുന്നത് തന്നെ നിത്യജീവനാകും. ദൈവമക്കളെ, ഇന്ന് വിശ്വാസമുണ്ടെന്നും വിശ്വാസികളാണെന്നും ഏതെങ്കിലുമൊക്കെ സഭയോട് ചേർന്ന് നിൽക്കുന്നു എന്നെല്ലാം അഭിമാനത്തോട് പറയുന്ന അനേകരുടെ ജീവിതത്തിൽ ക്രിസ്തു ഒരു വശത്തുണ്ട്. എന്നാൽ മറ്റനേക ഭക്തി മാർഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, രക്ഷ എവിടെ നിന്നാണെന്ന് പലർക്കും ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, എന്തെങ്കിലുമൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തുകൊണ്ടോ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടോ കിട്ടുന്നതല്ല. പിന്നെയോ യേശു ക്രിസ്തു എന്ന ആ ഏകപുരുഷനെ ഒരു വ്യക്തിപരമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് അവന് നിത്യജീവൻ കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ വചനം മായം ചേർക്കാതെ പറയുന്ന സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന സുവിശേഷകന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യമുള്ള സഭയിലാണ് നാം ജീവിക്കുന്നത്. ദൈവമക്കളെ, എന്നാൽ ഇന്ന് സത്യത്തിന്റെ വചനം കേൾക്കാൻ കാതുകളില്ല, സത്യത്തിന്റെ വചനത്തോട് ചെവി കൊടുക്കാൻ മനുഷ്യന് മനസ്സില്ല. കെട്ടുകഥകളും കിഴവിക്കഥകളും, പ്രിയപ്പെട്ടവരെ, എവിടെന്നെങ്കിലുമൊക്കെ രക്ഷ കിട്ടും, ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ മോക്ഷം പ്രാപിക്കാമെന്നും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുമെന്നുള്ള വ്യക്തമായ മൂഢമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ദൈവമക്കളെ, ഈ അന്ധകാരമുള്ള തലമുറയുടെ നടുവില് ജീവന്റെ വചനം വാരി വിതറുവാൻ ജീവന്റെ പരിശുദ്ധാത്മാവുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ഒരു തലമുറയിൽ എഴുന്നേറ്റ് വരണം. പ്രിയപ്പെട്ടവർ, എന്തെല്ലാമൊക്കെയോ കൂട്ടിക്കുഴച്ചുള്ള വചനമല്ല, പിന്നെയോ ഒരു വ്യക്തിയെയാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത്. ഒരേ ഒരു വ്യക്തിയാണ് ഉയർത്തേണ്ടത്. അവനാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അവന്റെ രക്തമാണ് എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമെന്ന്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ കാലമത്രയും നിങ്ങൾ ഓടി നടന്നതും നിങ്ങൾ ചെയ്ത പാരമ്പര്യത്തിന്റെ ശുശ്രൂഷകളുമെല്ലാം യേശുക്രിസ്തു പ്രസാദിക്കുന്നതാണോ? നിങ്ങൾക്ക് നിത്യജീവനുണ്ടോ? നിങ്ങൾക്ക് മാനസാന്തരമുണ്ടോ? നിങ്ങൾക്ക് പാപബോധമുണ്ടോ? സഹോദര, നിനക്ക് അനുതാപത്തിന്റെ കണ്ണുനീരുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ആയുസിൽ ഒരിക്കലും നിങ്ങൾ അനുതാപത്തിന്റെ കണ്ണുനീരുമായി അരിമനാഥന്റെ കാൽപാദത്തിലിരുന്ന് ഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റുപറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ജീവിതം നിനക്ക് തരികയാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവമക്കളെ, നാം ഇങ്ങനെ ഓടി നടന്ന് വ്യർത്ഥമായതിന്റെ പിന്നാലെ നടന്ന് നമ്മുടെ വിലയേറിയ ജീവിതം നഷ്ടമായി പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ വചനം പറയുന്ന എല്ലാവരും ഒരു വ്യക്തിയെയാണ് ഊന്നിക്കാണിക്കേണ്ടത്, ക്രൂശിതനായ ക്രിസ്തുവിനെ. അവനാണ് രക്ഷകൻ, അവനാണ് വീണ്ടെടുപ്പുകാരൻ. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നു. അർദ്ധരാത്രിയില് അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി, തടവുപുള്ളികളുടെ ചങ്ങലകൾ അഴിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും സ്വതന്ത്രരായി തീർന്നു. ദൈവമക്കളെ, ആത്മാവുള്ള ദൈവമക്കൾ ആരാധിച്ചപ്പോൾ ബലവത്തായ പൂട്ടുകളെല്ലാം തുറന്നുപോയി. ദൈവത്തിന്റെ സ്തോത്രം. കാരാഗ്രഹപ്രമാണി പെട്ടെന്ന് ഉറക്കമുണർന്നു. അവൻ നോക്കിയപ്പോൾ കാരാഗ്രഹം തുറന്നിരിക്കുന്നു, തടവുകളിലെല്ലാം സ്വതന്ത്രരായിരിക്കുന്നു. അവന് മനസ്സിലായി, നാളെ എൻ്റെ തല കാണുകയില്ല, നാളെ എൻ്റെ തല കാണുകയില്ല, കാരണം ഞാൻ സൂക്ഷിക്കാത്തത് കൊണ്ടാണെന്ന്. ദൈവമക്കളെ, അവൻ വെളിച്ചം ചോദിച്ച് ചാടി വീണു. അവൻ മരിക്കാൻ ആഗ്രഹിച്ചു, കാരണം അവനിനി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, നീ ഒരു ദോഷവും ചെയ്യരുതേ എന്ന്. അവൻ അതിനു മുമ്പ്, പ്രിയപ്പെട്ടവരെ, തലേ പകൽക്കാലം കഠിനമായി ഉപദ്രവിച്ചതാണ് അപ്പോസ്തലന്മാരെ. കഠിനമേറിയ താടനങ്ങളും പീഡനങ്ങളും എല്ലാം ഏറ്റ് മുറിവേറ്റവരായി അർത്ഥപ്രാണരായി കിടന്ന അപ്പോസ്തലന്മാരുടെ മുമ്പില് അവൻ കെഞ്ചുകയാണ്, എന്ത്? യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ദൈവമക്കളെ, അവന് മനസ്സിലായി. അവൻ ചോദിച്ച ലോകപ്രകാരമുള്ള രക്ഷയാ. ഈ കൃത്യവിലോപത്തില് ഞാൻ വേണ്ടതുപോലെ നിൽക്കാത്തത് കൊണ്ട് എനിക്ക് മരണമുണ്ട്, അതിൽ നിന്നാണ്. എന്നാൽ ദൈവമക്കളെ പറഞ്ഞു കൊടുത്തു, എന്ത്? നീ നിരാശപ്പെടണ്ട, നീ മരിക്കണ്ട. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ ആണ്ടുപോയവർക്ക്, ആത്മഹത്യ മാത്രമാണ് പരിഹാരമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക്, കുടുംബ ജീവിതങ്ങൾ തകർന്നു പോയവർക്ക്, ഭാര്യാഭർത്തൃ ബന്ധം തകർന്നു പോയവർക്ക്, പ്രിയപ്പെട്ടവരെ, ഏത് അസമാധാനമുള്ള വ്യക്തിക്കും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഈ തിരുവചനത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യമാണെന്ത്? യേശുക്രിസ്തു, നസ്രായനായ യേശുക്രിസ്തു, പാപിക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നീ മരിക്കേണ്ട, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്.
എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അന്ന് രാത്രി അപ്പോസ്തലന്മാർ ആരാധിച്ചതുകൊണ്ട് കാരാഗൃഹത്തിൽ മാനസാന്തരം നടന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അന്ന് രാത്രി ആ കാരാഗൃഹമാണി മാനസാന്തരപ്പെട്ടു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമുക്കങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ? ദൈവമക്കളെ, നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ തരുമെന്നല്ല, ഈ ലോകത്തിൽ രോഗം മാറ്റി കിട്ടുമെന്നല്ല, ഇവിടുത്തെ കടം മാറുമെന്നല്ല, ഇവിടെ മക്കളുടെ ഭാവിയൊക്കെ നന്നാവുമെന്നല്ല. ദൈവമക്കളെ, അതൊക്കെ കർത്താവിനോടുകൂടെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. എല്ലാവർക്കും കിട്ടിയതായിട്ട് തിരുവചനത്തിൽ ഇല്ല ദൈവമക്കളെ. എന്നാൽ ഒരു വചനമുണ്ട്, മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് തരാമെന്ന്. ദൈവമക്കളെ, ഈ നിസ്സാരനായ ഞാൻ ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്തൊക്കെ തരാമെന്നാണ് നീ പറഞ്ഞിരിക്കുന്നത്? ദൈവമക്കളെ, അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ വന്നൊരു ബോധ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ലോകത്തിൽ വലിയ ആഡംബര ജീവിതമോ, 2 നില വീടോ, വില കൂടിയ വാഹനങ്ങളോ, ഉയർന്ന ജീവിത നിലവാരങ്ങളോ ഇതൊക്കെ തരാമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, നിനക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തരാമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്നത് നിത്യതയിലെത്താൻ ഉപകാരപ്പെടുന്നത് മാത്രമേ തരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതൊന്നും സ്വർഗത്തിലെ ദൈവം തരികയില്ല. പ്രിയപ്പെട്ടവരെ, സഹോദര, ഇന്ന് നീ പിന്മാറ്റത്തിലാണോ? നിന്റെ ആത്മാവ് നാശത്തിലേക്കാണോ? നിന്റെ തീക്ഷ്ണത കുറഞ്ഞു പോയിരിക്കുകയാണോ? നിന്റെ സമർപ്പണത്തിൽ നീ പുറകോട്ട് മാറിയിരിക്കുകയാണോ? നീ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കണം. നിനക്കിന്ന് കിട്ടിയത് എന്തെങ്കിലും കർത്താവിൽ നിന്നെ അകറ്റുന്നുണ്ടോ എന്ന്. ദൈവമക്കളെ, അനേകർ ചിന്തിച്ചിരിക്കുന്നത് എല്ലാം ദൈവം തന്നതാണ്, സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നാ. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഒരു സഹോദരിയോട് സംസാരിച്ചപ്പോൾ ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഭവനം വളരെ താണയ അവസ്ഥയിലായിരുന്നു, എന്നാൽ ഇന്ന് എല്ലാവരും വിദേശത്താണ്, എല്ലാവരുടെയും ജീവിത നിലവാരങ്ങൾ ഉയർന്നു. ആ സഹോദരി ചോദിച്ചതാണ്, ദൈവം കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. ദൈവമക്കളെ, എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ തന്ന് നമ്മെ നാശത്തിലേക്ക് വിടുന്നവനാണെന്ന്. ഒരിക്കലുമല്ല ദൈവമക്കളെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്തു പ്രയോജനമെന്ന്. ദൈവമക്കളെ, ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഇന്നെനിക്ക് ദൈവം തന്നത് എന്തെങ്കിലും എന്നെ പിൻപാറ്റത്തിലേക്ക് നടത്തിയോ? അല്ല, ഈ ലോകപ്രകാരം എനിക്കുള്ളത് എന്തെങ്കിലും എൻ്റെ ആത്മീയ തീക്ഷ്ണതയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകാൻ ഇടയായിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം നമുക്ക് ലഭിക്കുമ്പോഴും ദൈവമക്കളെ, നാം ഒന്ന് ഓർത്തുകൊള്ളണം, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല എന്ന്, ഇതിനൊന്നും ഞാൻ അർഹനല്ല എന്ന്. ദൈവമക്കളെ, നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സഹോദര, നീ എന്തെങ്കിലും കൊണ്ടുവന്നതാണോ? എല്ലാം നിനക്ക് ലഭിച്ചതാ, എല്ലാം നിനക്ക് തന്നതാ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് തന്നതാണെന്ന്. അപ്പോസ്തലനായ പത്രോസ്, പ്രിയപ്പെട്ടവരെ, യേശുവിനെ ആദ്യം കണ്ടുമുട്ടിയ ദിവസം ആ ഒഴിഞ്ഞ പടകുമായി, ഒട്ടിയ വയറുമായി, നിരാശമുറ്റിയ ഹൃദയവുമായി തൻ്റെ വീട്ടിലേക്ക് നോക്കി നിരാശയോടെ ഇരുന്ന ആ പടകിലേക്ക് എൻ്റെ യേശു കാലെടുത്ത് വെച്ച് കയറി. ദൈവമക്കളെ, അന്ന് പത്രോസിൻ്റെ ജീവിതത്തിൽ അത്ഭുതം, രജത നക്ഷത്രമായ യേശുക്രിസ്തു കാലെടുത്ത് വെച്ച് അവൻ്റെ പടകിലേക്ക് കയറിയ ദിവസമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് അവനോട് പറഞ്ഞു, നീ ഈ പടക് അല്പമൊന്ന് ആഴത്തിലേക്ക് നീക്കിക്കേ എന്ന്. യേശു ആ പടകിൽ കയറി നിന്ന് ആ കരയിൽ നിന്ന ജനത്തിന് ജീവന്റെ വചനം കൊടുത്തു. ദൈവമക്കളെ, യേശു ശീമോന്റെ പടകിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞവനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശീമോൻ ആ നിരാശയോടെ ഇരുന്നതെല്ലാം കർത്താവിന് മനസ്സിലായി. യേശു അവനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശീമോൻ പറഞ്ഞു, ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന്, ഒന്നും കിട്ടിയില്ല എന്ന്. ദൈവമക്കളെ, ഇന്ന് അനേകരുടെ ജീവിത അനുഭവം അതാണ്. ആയുസ് മുഴുവൻ അധ്വാനിച്ചു, പെടാപ്പേട് വെട്ടു, മക്കളെ വളർത്തി, അവർക്ക് വേണ്ടി ജീവിച്ചു, ജീവിതം മുഴുവൻ ചിലവായിപ്പോയി. എന്നാൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും പിടിക്കാത്ത, ഒന്നും ലഭിക്കാത്ത, ഒന്നും കിട്ടാത്ത നിരാശയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുന്നുണ്ടോ? ദൈവത്തിലെ യേശുവിൻ്റെ വചനത്തിന് വലയിറക്കാൻ നിനക്ക് മനസ്സാണോ? ശീമോൻ യേശുവിൻ്റെ വചനത്തിന് വലയിറക്കി. ദൈവമക്കളെ, വല കീറുമാറാകുമാറ് മത്സ്യം കിട്ടി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ആ പടക് നിറയെ
മീനുമായി ശീമോൻ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. എന്ത്? ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എനിക്കിതിനൊന്നും അർഹതയില്ല, നീ എന്നെ വിട്ടു പോകണമെന്ന്, നീ എന്നെ വിട്ടു പോകണമെന്ന്. ദൈവമക്കളെ, ശീമോന് മനസ്സിലായി ഇവനൊരു സാധാരണക്കാരനല്ല എന്ന്. കാരണം വർഷങ്ങളുടെ പാരമ്പര്യവും പഴക്കമുള്ള ശീമോൻ്റെ മീൻപിടുത്തത്തിൽ അന്ന് രാത്രി ഒന്നും കിട്ടിയില്ല. എന്നാൽ യേശുവിൻ്റെ ഒരു വാക്കിന് വലയിറക്കിയപ്പോൾ പടക് നിറയെ മീൻ കിട്ടി. അവൻ യേശുവിനോട് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാണ്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഈ ലോകത്തിലെ ഉന്നമനങ്ങൾ കിട്ടുമ്പോൾ, അഭിവൃദ്ധി കിട്ടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുമ്പോൾ, നമുക്ക് അനേക ഉയർച്ചകൾ ഈ ലോകത്ത് കിട്ടുമ്പോൾ, അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ പരിഗണന കിട്ടുമ്പോൾ നാം ഓർത്തുകൊള്ളണം, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല എന്ന്, ഇതിനൊന്നും എനിക്ക് അർഹതയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് എളിമയോടെ അടുത്ത് ചെല്ലാൻ കഴിയണം. കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണെന്ന്. ദൈവമക്കളെ, ഒരിക്കലും നാം മറന്നു പോകരുത് ഞാൻ ആരായിരുന്നു എന്ന്, എന്നെ എവിടെ നിന്നാണ് കർത്താവ് കൊണ്ടുവന്നതെന്ന്, എൻ്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നു എന്ന്. ദൈവമക്കളെ, ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ അതെല്ലാം സ്വർഗത്തിൻ്റെ കൃപയാ, സ്വർഗത്തിൻ്റെ ദാനമാ. ദൈവമക്കളെ, യേശു തന്നതല്ലാതെ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ സഹോദര? പിശാച് ഒരു നന്മയും തന്നില്ല, എന്നാൽ യേശു തന്നതാ. ദൈവമക്കളെ, നമുക്ക് ആ എളിമ വേണം. എന്നെ എവിടെ നിന്നാണ് വെട്ടിയെടുത്തതെന്ന്, എന്നെ എവിടെ നിന്നാണ് കുഴിച്ചെടുത്തതെന്ന് ഒരിക്കലും നാം മറന്നു പോകരുത്. ദൈവമക്കളെ, നമുക്കൊരു വാക്യം കൂടി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു പറയാണ്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വചനം കേട്ട് യേശുവിനെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നവന്, പ്രിയപ്പെട്ടവരെ, നിത്യജീവനുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ തിരുവചനമാകുന്ന ആ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? നാം ചിന്തിച്ച് നോക്കി. നമുക്ക് ജഡത്താലുള്ള ജനനം കിട്ടി. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ജീവനുണ്ടെന്ന് നാം പറയും. എന്നാൽ നമുക്ക് ആത്മാവിൻ്റെ ജീവൻ കിട്ടിയിട്ടുണ്ടോ? ആത്മാവിൻ്റെ മരണം മാറിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണ് ആത്മീക മരണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഏദൻ തോട്ടത്തിൽ ദൈവമക്കളെ, ആദിമ മനുഷ്യനായ ആദാം എത്ര കൊല്ലം ഏദൻ തോട്ടത്തിൽ ജീവിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാൽ അവൻ 930 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ദൈവം വിലക്കിയ ആ കനി തിന്നുന്നതുവരെയും ഏദൻ തോട്ടത്തിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. എന്താ പ്രിയപ്പെട്ടവർ, ആത്മീക മരണം എന്ന് പറഞ്ഞാൽ, നിത്യജീവനമില്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ദൈവമക്കളെ, എന്നും വെയിലാറുമ്പോൾ നിത്യനായ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദാമിൻ്റെ കൂടെ നടന്നു. ദൈവമക്കളെ, ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്, ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടക്കുക, ദൈവം മനുഷ്യനോട് കൂടെ നടക്കുക, അവരിരുവരും സംസാരിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എന്ത് സന്തോഷമായിരുന്നു കാണും, എന്ത് ആനന്ദമായിരുന്നു കാണാം. എന്നാൽ ദൈവമക്കളെ, ആ പിശാചിൻ്റെ ആലോചനയ്ക്ക് അവർ വശംവദരായി ആ പഴം പറിച്ച് തിന്ന പിന്നെ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം പതിപോലെ ഏദൻ തോട്ടത്തിലേക്ക് വന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ നിത്യനായ ദൈവം വരുമ്പോൾ ആദാമിനെ ഹവ്വായെയും കണ്ടില്ല. ദൈവമക്കളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അവര് അത്തിയില കൊണ്ട് തങ്ങളുടെ നഗ്നത മറച്ച് വൃക്ഷങ്ങളുടെ മറവിൽ മറഞ്ഞിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ സ്നേഹമുള്ള ദൈവം ഏദൻ തോട്ടത്തിൽ ആ തരുനിരകളുടെ ഇടയിലൂടെ നടന്ന് അവൻ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണെന്ന്, നീ എവിടെയാണെന്ന്. എൻ്റെ മോഹന സൃഷ്ടിയായ, എൻ്റെ കൈപ്പണിയായ, എൻ്റെ ജീവശ്വാസം മൂക്കിലൂതിയ എൻ്റെ മോഹന സൃഷ്ടിയായ നീ എവിടെയാണെന്ന്, നീ എവിടെയാണെന്ന്. ദൈവമക്കളെ, അന്ന് വരെ ദൈവത്തോട് കൂടെ നടന്നു, ദൈവ സംസർഗം അനുഭവിച്ചു, ദൈവത്തോട് ചേർന്ന് നടന്നു. എന്നാൽ പാപം വന്നപ്പോൾ അവൻ ആത്മാവിൽ മരിച്ചതുകൊണ്ട് അവൻ വൃക്ഷങ്ങളുടെ മറവിലിരുന്നു. അവൻ ദൈവ സംസർഗം അവൻ വെറുത്തിരുന്നു, അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്നു. അവൻ വൃക്ഷങ്ങളുടെ മറവിലിരുന്നു. അവൻ നിരാശയോടെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നഗ്നനാകൊണ്ട് നിന്റെ കാലൊച്ച കേട്ട് മറഞ്ഞിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, അതാണ് ആത്മീക മരണം. നിങ്ങൾ പാപത്തിലാണോ? നിങ്ങൾ അഴുക്കിലാണോ? നിങ്ങൾ അശുദ്ധിയിലാണോ? നിങ്ങൾ കോപത്തിലും ഇഷ്ടക്കുറവിലും മദ്യപാനത്തിൻ്റെ അടിമയായിട്ടാണോ ജീവിക്കുന്നത്? സഹോദര, നീ ഒരു കുടുംബകലഹത്തിൻ്റെ ഉടമയാണോ?
എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നീ ഒരു കുടുംബസകലത്തിൻ്റെ ഉടമയാണോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആത്മാവിൻ്റെ മരണം. ജീവിതത്തിൽ പാപമുള്ളവർ ദൈവത്തിൽ നകലുന്നു. അവർക്ക് ദൈവവചനം കേൾക്കാൻ ആഗ്രഹമില്ല. അവർക്ക് കൂട്ടായ്മയെന്ന് കേൾക്കുമ്പോൾ ഇഷ്ടമല്ല. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കണം, യേശുക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലുണ്ടോ എന്ന്, മാനസാന്തരം എന്നിലുണ്ടോ എന്ന്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവമക്കളെ, ആ കുരിശിലേക്കൊന്ന് നോക്കി, ക്രൂശിതനായ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അവൻ്റെ വചനം കേട്ട് അവനെ അയച്ച പിതാവിനെയും അവനെയും വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ക്രൂശ് മരണത്താൽ മാനവരാശിക്ക് നേടിത്തന്ന ആത്മാവിൻ്റെ ജീവൻ ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരണമേ. കർത്താവേ, നിത്യജീവൻ്റെ ഓഹരിക്കാരായി ഈ ഭൂമിയിൽ ജീവിപ്പാനും നിത്യജീവൻ്റെ ഓഹരിക്കാരായി ഈ ഭൂമിയിൽ നിന്ന് കടന്നു വരുവാനും ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വചനം ഞങ്ങളെ കഴുകണമേ. നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ജീവനായി എഴുന്നള്ളി വരണമേ. ഈ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകരണമേ എന്ന് അടിയങ്ങളപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. സകലതും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.